ജില്ലാ നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് വയനാട് മുള്ളംകൊല്ലിയിലെ കോൺഗ്രസ് നേതാക്കൾ. വികസന സെമിനാറിൽ നടന്ന കയ്യാങ്കളിക്ക് കാരണം DCC പ്രസിഡന്റ് ND അപ്പച്ചനും ജനറൽ സെക്രട്ടറി PD സജിയുമാണെന്ന് നേതാക്കൾ ആരോപിച്ചു. പുനഃസംഘടനയുടെ സമയത്ത് ചിലരെ ഒതുക്കാൻ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയതാണെന്നും ജില്ലാ നേതൃത്വം പിടിച്ചടക്കാൻ PD സജി ശ്രമിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. തർക്കം പരിഹരിച്ചില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടുമെന്ന മുന്നറിയിപ്പും ഇവർ നൽകുന്നു. മാസങ്ങളായി കോൺഗ്രസിൽ നീണ്ടുനിന്ന മുള്ളംകൊല്ലിയിലെ ചേരിപ്പോരാണ് ഇന്നലെ കയ്യാങ്കളിയിലെത്തിയത്. വികസന സെമിനാറിനിടെയാണ് DCC പ്രസിഡന്റുമായി പ്രാദേശിക നേതാക്കൾ വാക്കുതർക്കത്തിലേർപ്പെട്ടത്. എന്നാൽ മുള്ളംകൊല്ലിയിൽ മാസങ്ങളായി നിൽക്കുന്ന തർക്കം പരിഹരിക്കണമെന്ന് ND അപ്പച്ചനോട് ആവശ്യപ്പെട്ടെങ്കിലും യോഗം നടത്തുമെന്ന വാശിയിൽ മുന്നോട്ടു പോയതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് നേതാക്കൾ പറയുന്നത്. മണ്ഡലം പ്രസിഡന്റിനെതിരായിട്ടുള്ള പരാതി ഉണ്ടല്ലോ, ആ പരാതിക്ക് ഒരു പരിഹാരം കാണണം. പിന്നെ അത് കഴിഞ്ഞ് ഇയാളുടെ ഏകാധിപത്യം, മണ്ഡലം പ്രസിഡന്റ് ഏകാധിപത്യം, ഇതേ ഒരു കമ്മിറ്റി കൂടുകയോ ഒന്നും ചെയ്യുന്നില്ല. കമ്മിറ്റി കൂടാതെ, മണ്ഡലം കമ്മിറ്റി കൂടാതെ ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. മുള്ളൻകൊല്ലിയിൽ ഇന്നലെ നടന്ന കയ്യാങ്കളി ബോധപൂർവമാണ്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം ചിലരെ ഒതുക്കാൻ സൃഷ്ടിച്ചതാണ്. DCC ജനറൽ സെക്രട്ടറി PD സജിയാണ് ഇതിന്റെ പിന്നിലെന്നും നേതാക്കൾ ആരോപിക്കുന്നു. മണ്ഡലം പ്രസിഡന്റ് ഈ 2-3 പേരുടെ പെടിയാളായിട്ട് അവർ പറയുന്നത് അനുസരിച്ച് പോവുക. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കമ്മിറ്റിക്ക് വിളിക്കുന്നു, പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു. അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പാർട്ടിയിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ചോദ്യം ചെയ്യുന്നവരെ എല്ലാം ഇവരകറ്റി നിർത്തിക്കൊണ്ടിരിക്കുക. കോൺഗ്രസ് മുള്ളൻകൊല്ലി മണ്ഡലം പ്രസിഡന്റ് ഷിനോ തോമസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ജില്ലയിലുണ്ട്. ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് DCC പ്രസിഡന്റാണ്. വിഷയത്തിൽ DCCക്കും KPCCക്കും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും ഇവർ പറയുന്നു. ഇതൊരു 6 മാസക്കാലമായിട്ട് കലഹം തന്നെയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്തു, നമ്മുടെ സീനിയർ നേതാവ് അടക്കം ഞങ്ങളൊരു 10-50 പേര് മൊത്തം ഞങ്ങൾ പാർട്ടിയുടെ നേതാക്കന്മാരെ നേതാക്കന്മാരെ ബൂത്തിൻ്റെ വരവുകളുടെ അകം നേതാക്കന്മാരെ വന്നവരാ അവരുടെ കൂടി മൊത്തമായിട്ട് പിന്നെ DCCക്ക് പരാതി കൊടുത്തു. അതെ, DC പരാതി കൊടുത്തു. DCC പരാതി കൊടുത്തതിനൊപ്പം തന്നെ KPCയും കൊടുത്തു. ഇന്നലെ വികസന സെമിനാറിനിടെ ND അപ്പച്ചനോട് തർക്കിച്ച കോൺഗ്രസ് പ്രവർത്തകരെ കാറിലെത്തിയ സംഘം മർദ്ദിച്ചിരുന്നു. ഇതിൽ പുൽപ്പള്ളി പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ശക്തി കേന്ദ്രമായ മുള്ളൻകൊല്ലിയിലെ പരസ്യ ഏറ്റുമുട്ടൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.